നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയെ തൃശൂരിൽ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ചവർക്ക് എട്ടിന്റെ പണി. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ഇഡിയുടെ നിർണായക നടപടി. സിപിഎമ്മിന്റെ സ്ഥലമടക്കം 29 കോടിയുടെ സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടി. സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലുള്ള പൊറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ സ്ഥലവും സിപിഎമ്മിന്റെ 60 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടുകളും അടക്കമാണ് ഇഡി കണ്ടുകെട്ടിയത്. സിപിഎമ്മിനെ കൂടി പ്രതിചേർത്താണ് ഇഡി അന്വേഷണ സംഘം സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിനെതിരെ നടനും BJP നേതാവുമായ സുരേഷ് ഗോപി ഉൾപ്പെടെ നയിച്ച പദയാത്രകൾക്കെതിരെ അന്ന് പോലീസ് കേസെടുത്തിരുന്നു. തട്ടിപ്പിനെതിരെ പദയാത്രകൾ സംഘടിപ്പിച്ച BJP, കോൺഗ്രസ് ജില്ലാ മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെ ഇരു പാർട്ടികളിലുമുള്ള കണ്ടാൽ അറിയാവുന്ന 5ഓളം പേർക്കെതിരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത്. സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടാകുന്ന രീതിയിൽ പ്രകടനം നടത്തിയതിന് എതിരെയാണ് കേസ്. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2-നായിരുന്നു സഹകരണ മേഖലയിലെ കൊള്ളയ്ക്കും കള്ളപ്പണത്തിനുമെതിരെ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ BJP സഹകാരി സംരക്ഷണ പദയാത്ര സംഘടിപ്പിച്ചത്. കരുവന്നൂർ മുതൽ തൃശൂർ വരെയുള്ള 18 കിലോമീറ്റർ ദൂരത്തിലുണ്ടായിരുന്ന പദയാത്ര BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. അത് വലിയ വിജയമായിരുന്നു. സുരേഷ് ഗോപി MPയും കേന്ദ്രമന്ത്രിയുമായി. അതിനിടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 3ാം ഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 29 കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. കണ്ടുകെട്ടിയതിൽ അധികവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ സ്വത്തുക്കളാണ്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലുള്ള പൊറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിനായുള്ള സ്ഥലവും കണ്ടുകെട്ടിയതിൽ പെടുന്നു. CPMന്റെ 8 ബാങ്ക് അക്കൗണ്ടുകളിലും ഇതിലുണ്ടായിരുന്ന 60 ലക്ഷം രൂപയും മരവിപ്പിച്ചിട്ടുണ്ട്. CPMനെ കൂടി പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാണ് ഇഡിയുടെ നടപടി. കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ CPM തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് കടന്നത്. കരുവന്നൂർ ബാങ്കിൽ CPMന്റെ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നെന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനിടെ കേസിൽ നേരത്തെ അറസ്റ്റിലായ CPM നേതാവ് PR അരവിന്ദാക്ഷനെ കോടതി റിമാൻഡ് ചെയ്തു. അടുത്ത ബന്ധുവിന്റെ വിവാഹത്തിനായി 10 ദിവസത്തെ ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. കാലാവധി കഴിഞ്ഞതോടെയാണ് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത്. CPMന്റെ 76 ലക്ഷത്തോളം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. പാർട്ടിയുടെ 8 അക്കൗണ്ടുകളും പൊറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും കണ്ടുകെട്ടിയിട്ടുണ്ട്. തൃശൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ MM വർഗീസിന്റെ പേരിലാണ് സ്വത്തുക്കൾ. CPMന്റേതടക്കം 9 പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. പ്രതി ചേർക്കപ്പെട്ട മറ്റു വ്യക്തികൾ അനധികൃതമായി ബാങ്കിൽ നിന്നും പണം സമ്പാദിച്ചവരാണ്. 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പാണ് ഇപ്പോഴത്തെ നടപടി. അതേസമയം സ്വത്ത് മരവിപ്പിച്ചതായുള്ള ഒരു അറിയിപ്പും തനിക്ക് കിട്ടിയിട്ടില്ലെന്ന് MM വർഗീസ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.